അപ്പോൾ ലിൻസ്ബർഗിലാണ്. അപ്പോൾ നമ്മൾ ഒരു മരം കണ്ടു. അപ്പോൾ മരം കണ്ടപ്പോൾ അതിൽ നിറച്ച് ബെറീസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് പറയാമെന്ന് പറഞ്ഞിട്ട് ഇത് സർവീസ് ബെറി എന്ന് പറഞ്ഞൊരു മരമാണ്. അപ്പോൾ ഇതിൽ കാനഡ, ഓസ്ട്രേലിയ അല്ല കാനഡ, US ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളൊരു ചെടിയാണ്. ചെടിയല്ല, ഒരു ഷ്രബാണ്. ഇത് വെട്ടിയെത്തിയ ഷ്രബ് പോലെ ഇരിക്കും. അല്ല, പിന്നെ ഇതിൻ്റെ കായ ഇതാണ് പഴുത്തത്, ബ്ലൂബെറി പോലെയുണ്ട്. ഇത് നമുക്ക് കഴിക്കാം. നമ്മുടെ നാട്ടിലൊന്നും വെച്ച് പിടിപ്പിക്കാമെന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഈ സ്റ്റെം കട്ടിങ്സൊക്കെ വെച്ചിട്ട് നമുക്ക് പിടിപ്പിക്കാവുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ബ്ലൂബെറിയുടെ ഒരു ആപ്പിളിൻ്റെ ഒരു കോമ്പിനേഷൻ പോലെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ആ ചെടിയല്ല ഷ്രബ്. അപ്പോൾ അത് സർവീസ് ബെറി എന്നാണ് പറയുന്നത് അവർക്കുള്ളിൽ. അപ്പോൾ അതിൻ്റെ ഫ്രൂട്ട് നമ്മൾ പറിച്ച് വെച്ചതാണ്. അപ്പോൾ ഈ ചെടിക്ക് പല പേരുണ്ട്. സർവീസ് ബെറി, ജൂൺ ബെറി, സസ്കട്ടൂൺ ബെറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സസ്കട്ടൂൺ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ കാനഡയിലൊരു സ്ഥലമുണ്ട് സസ്കട്ടൂൺ. അവിടെയാണ് കൂടുതൽ കൃഷി ചെയ്യണത്. അതുകൊണ്ടാണ് സസ്കട്ടൂൺ ബെറി എന്ന്. പിന്നെ ജൂൺ ബെറി എന്ന് പറഞ്ഞാൽ മെയ് അവസാനം ജൂൺ ആ കാലഘട്ടത്തിൽ ഇത് ഹാർവെസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ജൂൺ ബെറി എന്ന് പറയണം. അപ്പോൾ കൂടുതൽ നോർത്ത് അമേരിക്കയിലാണ് കണ്ടുവരുന്നത്. പിന്നെ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ അമലാൻഗിയർ കനാഡെൻസിസ് എന്നാണ് പറയുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ അമലാൻഗിയർ ജനസിൽപ്പെട്ട വേറെയും കുറേ വെറൈറ്റീസ് ഉണ്ട്. അതെല്ലാം ഈ സർവീസ് ബെറിയായിട്ട് പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇത് ലാൻഡ്സ്കേപ്പിങ്ങിലാണ് കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ജാം, ഐസ്ക്രീം, സ്മൂത്തി, പിന്നെ എന്താണ് മഫിൻസൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അധികം യൂട്ടിലൈസ് ചെയ്യുന്നില്ല. കാനഡയിലെ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് കൊമേഴ്ഷ്യലായിട്ട്. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. കാൽഷ്യം, ഫൈബർ, വിറ്റാമിൻ സി, അയൺ, പ്രോട്ടീൻ, പിന്നെ പൊട്ടാഷ്യം, പിന്നെ കരാറ്റനോയിഡ്സ്, ലൂട്ടൈൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. കണ്ണിൻ്റെ മാക്യുലർ ഡീജനറേഷൻ തടയും. അപ്പോൾ അത് കണ്ണിൻ്റെ ആരോഗ്യമുള്ള വേണ്ടവർ കുറച്ചധികം കഴിക്കുക എല്ലാ ദിവസവും. പിന്നെ ഡ്രൈ ലീവ്സ് ടീ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മാഗ്നീഷ്യം ഉണ്ട്, പോളിഫെനോൾസ്, ആന്തോസൈൻസ്, ക്വെർസെറ്റിൻ, വിറ്റാമിൻ എ ആൻഡ് ഡി. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള ഗുണങ്ങൾ. ഇതിൻ്റെ സ്റ്റഡി ഞാൻ നെറ്റിൽ നോക്കിയിട്ടേക്കാം, സ്റ്റഡി റിപ്പോർട്ട്സൊക്കെ, പെയർ റിവ്യൂഡ് സ്റ്റഡീസ് ഉണ്ടെങ്കിൽ. പിന്നെ എന്താണ്, പിന്നെ ഇതിൻ്റെ ചെടി തണ്ട് മുറിച്ചിട്ട് പിടിപ്പിക്കാം. പിന്നെ ഇതിൻ്റെ ആന്തോസൈനൻസ് ആണ് ഇതിൻ്റെ അകത്ത് കൂടുതലുള്ളത്. അപ്പോൾ കണ്ണിൻ്റെ ചെറിയ ബ്ലഡ് വെസൽസിനൊക്കെ നല്ലതാണ്. പിന്നെ നോർത്ത് അമേരിക്കയിൽ ചെറിയൊരു മൈൽഡ് ലാക്സേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ജ്യൂസ്. പിന്നെ ഇൻഫ്ലമേഷൻ കുറക്കാൻ നല്ലതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ. പിന്നെ ടേസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു ബ്ലൂബെറിയുടെ ആപ്പിളിൻ്റെ ഒരു കോമ്പിനേഷൻ പോലെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇത് കിളികളുടെ ഒരു പ്രിയപ്പെട്ട ആഹാരമാണ്. ഈ കിളിയുടെ വീഡിയോ കിട്ടിയില്ല, കിട്ടുകയാണെങ്കിൽ ഇതായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തിട്ടേക്കാം. ഓക്കെ.